അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ആരാധനകൾ നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി ഇളവുകൾ നൽകിയിട്ടുണ്ട്. അത്തരം മഹത്തായ ഇളവുകളിൽ ഒന്നാണ് യാത്രക്കാരന് അനുവദിക്കപ്പെട്ട ജംഉം ഖസ്റും. ഖസ്ർ എന്നത് 4 റക്അത്തുള്ള ഫർദ് നിസ്കാരങ്ങളെ 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതാണ്. ളുഹ്ർ, അസ്ർ, ഇശാ എന്നീ നിസ്കാരങ്ങൾ മാത്രമാണ് ഖസ്റാക്കി നിസ്കരിക്കൽ അനുവദനീയമായത്. സുബ്ഹും മഗ്രിബും ഖസ്റാക്കി നിസ്കരിക്കൽ അനുവദനീയമല്ല. ജംഅ എന്നത് 2 നിസ്കാരങ്ങളെ ഒരു നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരുമിച്ച് നിസ്കരിക്കലാണ്. ളുഹറും അസ്റും മഗ്രിബും ഇശാഉം മാത്രമാണ് ജംആക്കി നിസ്കരിക്കൽ അനുവദനീയമായത്. സുബ്ഹ് നിസ്കാരത്തെ മറ്റൊരു നിസ്കാരത്തോടും ജംആക്കൽ അനുവദനീയമല്ല. ഷാഫിഈ മദ്ഹബിൽ ജംഉം ഖസ്റും അനുവദിക്കപ്പെടാൻ ചില നിബന്ധനകളുണ്ട്. ഒന്നാമതായി യാത്രയുടെ ദൂരം 2 മർഹല അഥവാ ഏകദേശം 132 കിലോമീറ്ററോ അതിലധികമോ ഉണ്ടായിരിക്കണം. രണ്ടാമതായി യാത്ര അനുവദനീയമായിരിക്കണം. ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയിൽ ഈ ഇളവ് ലഭിക്കുകയില്ല. ഹലാലായ ആവശ്യങ്ങൾക്കോ ഇബാദത്തിനോ വേണ്ടിയുള്ള യാത്രയായിരിക്കണം. മൂന്നാമതായി ഒരു സ്ഥലത്ത് 4 പൂർണ്ണ ദിവസമോ അതിലധികമോ താമസിക്കാൻ ഉദ്ദേശിച്ചാൽ യാത്രക്കാരൻ്റെ വിധി അവസാനിക്കുകയും ജംഉം ഖസ്റും അനുവദനീയമല്ലാതാവുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ജംഇന് 2 രൂപങ്ങളുണ്ട്: ജംഉ തഖ്ദീം, ജംഉ തഅഖീർ. ജംഉ തഖ്ദീം അഥവാ ആദ്യ നിസ്കാരത്തിൻ്റെ സമയത്ത് 2 നിസ്കാരങ്ങളും ഒരുമിച്ച് നിസ്കരിക്കുക, അഥവാ ളുഹറിൻ്റെ സമയത്ത് ളുഹറും അസ്റും നിസ്കരിക്കുക, മഗ്രിബിൻ്റെ സമയത്ത് മഗ്രിബും ഇശാഉം നിസ്കരിക്കുക. എന്നാൽ ജംഉ തഅഖീർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്തേക്ക് ആദ്യ നിസ്കാരം പിന്തിപ്പിച്ച് 2ഉം ഒരുമിച്ച് നിസ്കരിക്കുക, അഥവാ അസ്റിൻ്റെ സമയത്ത് ളുഹറും അസ്റും ഒരുമിച്ച് നിസ്കരിക്കുക, ഇശാഇൻ്റെ സമയത്ത് മഗ്രിബും ഇശാഉം ഒരുമിച്ച് നിസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു: യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല. സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ ആയത്താണിത്. ജംഉം ഖസ്റും ഈ ആയത്തിൻ്റെ മനോഹരമായ പ്രായോഗിക രൂപമാണ്. യാത്രയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിശ്വാസിക്ക് ആരാധന ഉപേക്ഷിക്കാതെ എളുപ്പത്തിൽ നിർവഹിക്കാനുള്ള ശർഈയായ സൗകര്യമാണിത്. അതിനാൽ നാം ഈ മസ്അലകൾ ശരിയായി പഠിക്കണം. കാരണം ഫിഖ്ഹിലെ അറിവ് ശരിയായ ഇബാദത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ജംഇൻ്റെയും ഖസ്റിൻ്റെയും പ്രധാനപ്പെട്ട മസ്അലകൾ ഷാഫിഈ മദ്ഹബ് പ്രകാരം വിശദീകരിക്കാം. ഒന്നാമതായി ജംഉ തഖ്ദീം അഥവാ മുന്തിച്ച് ജമാക്കുമ്പോൾ ആദ്യ നിസ്കാരത്തിൻ്റെ ഉടനെ തന്നെയാണ് അടുത്ത നിസ്കാരം നിർവഹിക്കേണ്ടത്. രണ്ടാമതായി ആദ്യ നിസ്കാരത്തിൽ തന്നെയോ അല്ലെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പായോ ജംഇൻ്റെ നിയ്യത്ത് ഉണ്ടായിരിക്കണം. നിയ്യത്ത് ഇല്ലെങ്കിൽ ജംഅ് ശരിയാവുകയില്ല. മൂന്നാമതായി ക്രമം പാലിക്കണം, അഥവാ തർത്തീബ്. ആദ്യം ളുഹ്ർ നിസ്കരിച്ച് പിന്നീട് അസ്ർ നിസ്കരിക്കണം. അതുപോലെ ആദ്യം മഗ്രിബും പിന്നീട് ഇശാ നിസ്കരിക്കുക. നാലാമതായി 2 നിസ്കാരങ്ങൾക്കിടയിൽ ദീർഘമായ ഇടവേള ഉണ്ടാവരുത്. ചെറിയ ഇടവേള പ്രശ്നമല്ലെങ്കിലും സാധാരണയായി ഒരു നിസ്കാരം അവസാനിപ്പിച്ച് മറ്റൊന്നിലേക്ക് ഉടൻ പ്രവേശിക്കേണ്ടതാണ്. അഞ്ചാമതായി ജംആക്കി നിസ്കരിക്കുന്ന വ്യക്തി രണ്ടാമത്തെ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ യാത്രക്കാരനായിരിക്കണം. അതിനു മുമ്പ് യാത്ര അവസാനിച്ചാൽ ജംഇൻ്റെ അനുവാദം നഷ്ടപ്പെടും. ഇവിടെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്: രണ്ടാമത്തെ നിസ്കാരം നിസ്കരിക്കുന്ന സമയത്തോ അതിനുശേഷമോ യാത്ര അവസാനിച്ചാൽ പിന്നീട് ആ നിസ്കാരം രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ സമയം ആകുമ്പോൾ മാറ്റി നിസ്കരിക്കേണ്ടതുണ്ടോ? അതിൻ്റെ മറുപടി ഇല്ല. കാരണം ആ നിസ്കാരം ശരിയായ രൂപത്തിൽ നിസ്കരിച്ചു കഴിഞ്ഞുവല്ലോ. മറ്റൊരു കാര്യം, മുന്തിച്ച് ജമാക്കി കഴിഞ്ഞതിനു ശേഷം ഒന്നാമത്തെ നിസ്കാരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ 2 നിസ്കാരവും ബാത്തിലാകുന്നതാണ്. ഇനി പിന്തിച്ച് ജമാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ നിബന്ധന, ആദ്യ നിസ്കാരത്തിൻ്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് ജംഉ തഅഖീറിന് അഥവാ പിന്തിച്ച് ജമാക്കുന്നതിൻ്റെ നിയ്യത്ത് ഉണ്ടായിരിക്കണം. ളുഹറിൻ്റെ സമയം തീരുന്നതിൻ്റെ മുമ്പ് ളുഹറിന് അസ്റിലേക്ക് പിന്തിച്ച് ജമാക്കലിന് കരുതിയിരിക്കണം. രണ്ടാമത്തെ നിബന്ധന, രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിക്കുന്നത് വരെ യാത്ര തുടരേണ്ടതാണ്. മൂന്നാമത്തെ നിബന്ധന, പിന്തിച്ച് ജമാക്കുമ്പോൾ ക്രമം പാലിക്കുന്നത് സുന്നത്താണ്. അതിനാൽ ആദ്യം ളുഹറും പിന്നീട് അസ്റും, ആദ്യം മഗ്രിബും പിന്നീട് ഇശാഉം നിസ്കരിക്കുന്നതാണ് ഉത്തമം. ഇനി ഖസ്റാക്കി നിസ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഒന്നാമതായി 4 റക്അത്തുള്ള നിസ്കാരങ്ങളെ മാത്രമേ 2 റക്അത്താക്കി ഖസ്റാക്കി നിസ്കരിക്കൽ അനുവദനീയമാവും.
അഥവാ സുബിഹും മഗ്രിബും ഖസ്റാക്കി നിസ്കരിക്കൽ അനുവദനീയമല്ല. ആദ്യ തക്ബീറോട് കൂടി ഖസ്റിന്റെ നിയ്യത്ത് ഉണ്ടായിരിക്കണം. പിന്നീട് ഖസ്റിലേക്ക് മാറൽ അനുവദനീയമല്ല. പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനെ ഇമാമായി പിന്തുടരുന്ന യാത്രക്കാരനെ ഖസ്റാക്കി നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെ തുടർന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമിനോടൊപ്പം 4 റക്അത്തും പൂർത്തിയാക്കണം. അതുപോലെ യാത്ര അവസാനിക്കുകയോ താമസ ഉദ്ദേശം ഉണ്ടാവുകയോ ചെയ്താൽ ഖസ്റിന്റെ അനുവാദം അവസാനിക്കും. അതിനാൽ യാത്രക്കാരൻ തൻ്റെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കി നിസ്കരിക്കണം. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട മസ്അലയാണ്, ഒരു ദീർഘദൂര യാത്രക്കാരന് ആ യാത്രയിൽ നഷ്ടപ്പെട്ട നിസ്കാരം അതേ യാത്രയിലോ മറ്റൊരു ദീർഘദൂര യാത്രയിലോ ആ നിസ്കാരം ഖളാ വീട്ടുകയാണെങ്കിൽ ഖസ്റാക്കി നിസ്കരിക്കാം. വേറെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ജംഉം ഖസ്റും അനുവദനീയമാകുന്നത് ദീർഘദൂര യാത്ര ആരംഭിച്ച നാടിൻ്റെ ബൗണ്ടറി വിട്ടുകടന്നതിന് ശേഷം മാത്രമാണ്. അതുപോലെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ആ ബൗണ്ടറിയിലേക്ക് എത്തിയാൽ ജംഇൻ്റെയും ഖസ്റിൻ്റെയും ഇളവ് അവസാനിക്കുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇബാദത്തുകൾ കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.